കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് നൽകുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ തിരുസന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തിയ വലിയ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിലൂടെ ചിന്തിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന വേദഭാഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അതിൽ നിന്നും നമ്മൾ മറ്റു ലേഖന ഭാഗങ്ങളിൽ നിന്നും, പ്രധാനമായിട്ടും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നൊക്കെ നമുക്ക് ചിന്തിപ്പാനിടയായി. നിത്യജീവൻ എന്നുള്ള പ്രധാനപ്പെട്ട ആ സബ്ജക്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? കർത്താവ് യുക്തിവിരോധമായിട്ട് സംസാരിക്കത്തില്ല. ഒരുവന് സർവ്വലോകവും നേടിയാലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഭൂമി മുഴുവനും വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയല്ല. ഭൂമിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു മനുഷ്യന് സ്വായത്തമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 450 കോടി രൂപ ഒരു ദിവസം വരുമാനമുള്ളവരുണ്ട് ഈ ഭൂമിയിൽ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഭൂമിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിപ്പാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ സർവ്വലോകത്തെയും നേടുവാൻ തക്കവണ്ണമുള്ള ശേഷിയുള്ളവനാണെങ്കിലും തൻ്റെ ആത്മാവിൻ്റെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ സർവ്വലോകവും നേടിയാലും അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഈ ലോകത്തിനപ്പുറത്ത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് നിത്യജീവന്റെ വെളിച്ചമാണ്, ജീവന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. മരണത്തിന് ഇപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ ലോക മനുഷ്യന്റെ കണ്ണിൽ കാണുമ്പോൾ മരണത്തിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരുവാൻ, ഇങ്ങനെ അതിനപ്പുറം ഒരു നിത്യജീവൻ ഉണ്ടെന്ന് കാണിച്ചു തരുവാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെപ്പോലെ ഒരു ജഡശരീരത്തിൽ വെളിപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന് പുനരുത്ഥാനം ഉണ്ട് എന്ന് ക്രിസ്തുയേശുവിലൂടെ തെളിയിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും. ഗ്ലോറി ടു ഗോഡ്. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരില്ല, തരത്തില്ല. ഭക്തി, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുന്നു. ജീവനും എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനുള്ളത്. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യജീവനുള്ളത് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള ഭക്തിയോടുകൂടി ജീവിപ്പാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നതൊക്കെയും ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ആത്മാവിന്റെ നിത്യജീവനുള്ളതും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭക്തി നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് എന്തൊക്കെ നന്മകളും അനുഗ്രഹങ്ങളും ആവശ്യമാണ്, ഇതൊക്കെയും ക്രിസ്തുയേശുവിലുണ്ട്. ഇത് രണ്ടും നമുക്ക് ലഭ്യമാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ എന്താണ് വേണ്ടിയത്? ഗ്ലോറി ടു ഗോഡ്. ഭക്തിക്കും നിത്യജീവനും ആവശ്യമായത് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടം എത്ര സുരക്ഷിതത്വമുള്ളതും അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വരുവാനും ദൈവത്തിൽ നിന്ന് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നിത്യജീവൻ അവകാശമാക്കി തീരാനുള്ള വചനങ്ങൾ പ്രാപിക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് 18-ാമത്തെ വാക്യത്തിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഇവിടെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇന്നുമുണ്ട്. യേശു ക്രിസ്തുവിനെ കൂടാതെ, മെശിഹയെ കൂടാതെ, രക്ഷിതാവിനെ കൂടാതെ, കർത്താവിനെ കൂടാതെ, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ കൂടാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നിത്യജീവൻ അവകാശമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്നുമുണ്ട്. ആ ജനം ഏതാണ്? യഹൂദ ജനം. കാരണം ദൈവം പ്രമാണം കൊടുത്തത് യഹൂദ ജനതയ്ക്കാണ്. ഹല്ലേലൂയ. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും, യാക്കോബിനന്തരം യാക്കോബിൽ നിന്ന് ലഭിക്കുന്ന 12 മക്കൾ, 12 ഗോത്രങ്ങൾ ചേർന്ന ഒരു സമൂഹം, ഇസ്രായേൽ ജനത. ആ ജനതയ്ക്ക് അബ്രഹാം നിമിത്തം കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവൻ എന്ന വാഗ്ദത്തം. ആ നിത്യജീവൻ എന്ന വാഗ്ദത്തം ലഭിക്കേണ്ടുന്നതിന് ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നു. ഇസ്രായേൽ ജനം പോയിട്ട് ബാക്കി പുറമേ ഉള്ള എല്ലാ ജനതയും കൂടി ഒരൊറ്റ വാക്കാണ് വിളിക്കുന്നത്, പുറം ജാതിക്കാർ. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുമ്പോൾ രണ്ടായി തിരിയുന്നു: ഇസ്ഹാക്കും ഇസ്മായിൽ. ഇസ്മായിൽ വാഗ്ദത്ത സന്തതിയല്ല, വാഗ്ദത്ത സന്തതി ഇസ്ഹാക്കാണ്. ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബ്. യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യേശാവിന്റെ ദൈവം എന്നാണ് എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. കാരണം യാക്കോബിന്റെ ജ്യേഷ്ഠനാണ് ആര്? യേശാവ്. പക്ഷെ ഒരൊറ്റ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യേശാവിന്റെ ദൈവം എന്നുള്ളത് വരേണ്ടുന്നിടത്ത് യാക്കോബിന്റെ ദൈവം എന്നുള്ളത്. ഒരൊറ്റ ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കിയ നിത്യരക്ഷയെ കുറിച്ചിട്ടുള്ള പദ്ധതിയെ നഷ്ടമാക്കി കളയുമ്പോൾ കർത്താവിന്റെ കൂട്ടു സഹോദരൻ എന്നുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നിർഭാഗ്യവശാൽ പല വിശ്വാസികളും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. കേവലം ഭൗമികമായ ഒരു നന്മയ്ക്ക് വേണ്ടി അവർ പോകുമ്പോൾ നിത്യതയിൽ ദൈവത്തോടു കൂടിയുള്ള വാസം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങൾ എന്നുള്ള പദവിയാണ് നഷ്ടപ്പെട്ടു പോകും. അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കുമ്പോഴും, ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് വിളിക്കുമ്പോഴും, യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കുമ്പോഴും പൂർവ്വപിതാക്കന്മാർ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം വിളിക്കുന്ന നമുക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം. അങ്ങനെ ദൈവം ഈ ജനതയ്ക്കാണ് ദൈവത്തിന്റെ പ്രമാണം കൊടുത്തത്. ഈ പ്രമാണത്തിൽ 2 വശങ്ങളാണുള്ളത്. ഒന്ന്, ഈ പ്രമാണത്തെ അനുസരിക്കുന്നവൻ നിത്യജീവനിൽ കടക്കും. അതിന്റെ മറുവശം എന്താണ്? ഇതനുസരിക്കാത്തവൻ നിത്യ നരകത്തിലേക്ക് മാറ്റപ്പെടും. ന്യായപ്രമാണത്തിൽ 2 വശങ്ങളേ ഉള്ളൂ: നിത്യജീവനും നിത്യമരണവും. ഈ പ്രമാണത്തെ അനുസരിക്കുന്നവൻ നിത്യജീവനിൽ കടക്കും, അതനുസരിക്കാത്തവൻ നിത്യനരകത്തിൽ മാറ്റപ്പെടും. ഞാൻ നിന്റെ മുമ്പിൽ ജീവനും മരണവും വയ്ക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. നിനക്ക് തെരഞ്ഞെടുക്കാം. ആ തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായപ്രമാണം എന്ത് ചെയ്തു? മുറുകെ പിടിച്ചു. പക്ഷേ ഈ പ്രമാണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് അനുസരിക്കാൻ കഴിയുന്നതും എന്നാൽ അനുസരിക്കാൻ കഴിയാത്തതുമായ ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനുള്ള യാഗങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും നേർച്ചകളെക്കുറിച്ചും ഒക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. അതനുസരിച്ച് അതിനുള്ള ശിക്ഷാവിധികളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധ്യമാണ്. എന്നാലോ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെതായിട്ടുള്ള പാപങ്ങളെക്കുറിച്ചും എന്നാൽ സോളിലെ പാപത്തെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നു. മനുഷ്യനെ അനുസരിക്കാൻ കഴിയാതെ പോയത് അവൻ്റെ ദേഹിയിലുള്ള പാപമാണ്. അത് ഈ ഭാഗത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അവിടെ പറയുന്ന പദം ശ്രദ്ധിക്കുക, മോഹം എന്നുള്ള പദമാണ്. ദൈവം കൊടുത്ത പ്രമാണങ്ങളിൽ മനുഷ്യന് അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ
അനുസരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയമുണ്ട്. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ ഉൾപ്പെടരുത്, അതിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. പറ്റും. 10 കൽപ്പനകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരെണ്ണമാണ് ഏറ്റവും മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാകും. എന്താണ്? മോഹിക്കരുത് എന്ന് പറയുന്ന കാര്യം. ഒന്നിനെയും എന്ത് ചെയ്യരുത്, മോഹിക്കരുത്. അത് വന്നപ്പോഴാണ് മനുഷ്യൻ പിടിക്കപ്പെട്ടത്. അതിനെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയാതെ. ഇപ്പോൾ ദേഹിയിലെ പാപം ആണ് അവിടെ പറയുന്നത്. അതേ കാര്യമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യുവിൻ, നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയും. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായപ്രമാണത്തെ അനുസരിച്ച് സ്വയനീതീകരണത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാം എന്നെന്ത് ചെയ്യുന്നു, അവർ വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മെശിഹയെ കൂടാതെ, ക്രിസ്തുവിനെ കൂടാതെ അവർ ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളെ അനുസരിച്ച് നിത്യജീവനിൽ കടക്കാൻ അന്നും ഇന്നും എന്നും ശ്രമിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ചതിന് ശേഷം ഇവിടെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ. 2 തരം അനുസരണത്തെ കുറിച്ച് ഇവിടെ കാണും. ഒന്ന്, പ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നു. 2, ആത്മാവിനനുസരിച്ച് നടക്കുന്നു. പ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. ആത്മാവിനനുസരിച്ച് നടക്കേണ്ടതും നിത്യജീവന് വേണ്ടിയിട്ടായിരിക്കണം. പ്രമാണത്തെ അനുസരിച്ച് നടക്കുമ്പോൾ അനുസരണം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. എന്നാൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ് പരിശുദ്ധാത്മാവ്. എഴുതപ്പെട്ട ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ച ഒരു ശരീരമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ യേശുവിൽ ഉണ്ടായിരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച് അതിൻ്റെ അനുഗ്രഹമായ, അവകാശമായ, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമായ നിത്യജീവൻ എന്നുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ ലഭിക്കും. കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ പോവുകയും ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിന് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണത്തെ അനുസരിച്ച് നടത്തുവാനുള്ള ശക്തി മനുഷ്യനില്ല. എന്നാലോ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? സകല സത്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? വഴി നടത്തും. അതിനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്കുള്ള നിത്യജീവൻ. ന്യായപ്രമാണത്തെ അനുസരിച്ച് ആത്മാവ് നമ്മിൽ ഇരിക്കുമ്പോൾ ന്യായപ്രമാണത്തെ അനുസരിക്കുവാനുള്ള ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ മോശ ന്യായപ്രമാണം കൊണ്ടുവന്നു, ക്രിസ്തുവോ കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. മോശ നിമിത്തം ന്യായപ്രമാണത്തെ ദൈവം കൊടുത്തുവെങ്കിലും അതിനനുസരിപ്പാനുള്ള ശക്തി മോശയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിനെ കുറിച്ച് പറയുന്നത് അനുസരിക്കേണ്ടിയ ന്യായപ്രമാണത്തെയും അതനുസരിക്കുവാനുള്ള കൃപയും കൊണ്ടാണ് കർത്താവ്. ആ കൃപ അവനിൽ വസിച്ചിരുന്നത് കൊണ്ട് യേശുവിനെ ആര് നോക്കിയാലും ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം ക്രിസ്തുവിൽ കാണുകയാണ്. ആ അനുസരണത്തിന്റെ പൂർത്തീകരണം ആ ശരീരത്തിൽ കാണുകയാണ്. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കഴിയുന്ന ഒരു ശരീരത്തെ കാണുമ്പോൾ അവന്റെ മുൻപിൽ ഞാൻ എന്ത് ചെയ്യാണ്? മുട്ടുമടക്കുകയാണ്. എനിക്ക് അസാധ്യമായത് ചെയ്യുന്നവനെ ഞാൻ കാണുന്നു. ഗ്ലോറി ടു ഗോഡ്. അവൻ പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുവിൽ പാപമില്ല. ഗ്ലോറി ടു ഗോഡ്. അവൻ പാപം അറിഞ്ഞിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവനിൽ പാപമില്ല. ഈ കർത്താവിനെ നമ്മൾ കാണുമ്പോൾ അത് ന്യായപ്രമാണത്തിന്റെ പൂർണ്ണമായ നിവൃത്തി എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ കാണുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു എന്നാണ് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചു. ഗ്ലോറി ടു ഗോഡ്. സാധ്യമാണെന്ന് കാണിച്ചു തരികയാണ്. ഗ്ലോറി ടു ഗോഡ്. ജഡശരീരത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തെ പൂർണ്ണമായി അനുസരിപ്പാൻ സാധ്യമാണെന്ന് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തത്തിൽ വെളിപ്പെട്ടിട്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മരണത്തെ കർത്താവ് ചെയ്തു.
ജയിച്ചു. അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള വചനത്തിന്റെ നിവൃത്തി ക്രിസ്തുവിൽ വെളിപ്പെടുക. അപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ശ്രമിക്കുന്ന യഹൂദജനം, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ട പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അങ്ങനെ 120 പേർ കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവന്റെ ആത്മാവാണ്. ഈ നിത്യജീവന്റെ ആത്മാവ് നമുക്ക് ലഭിക്കുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ജഡത്തിന്റെ മോഹമാണ് വിഷയം. അതിനെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ പഴയ നിയമ ഭക്തന്മാർക്കും ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവർക്ക് അനുസരിക്കാൻ കഴിഞ്ഞുവെങ്കിലും മോഹം എന്നുള്ള വിഷയത്തിൽ എന്ത് ചെയ്തു? അവൻ പെട്ടുപോയപ്പോൾ അതിനെ അതിജീവിച്ചവനായവനാണ് ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ആ ക്രിസ്തുവിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ ആത്മാവിനെ അനുസരിച്ചാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ജഡത്തിന്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ടിവിടെ പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ഇത് രണ്ടും ഘടകവിരുദ്ധം. ജഡത്തിന്റെ അഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും. ജഡത്തിന്റെ അഭിലാഷം താൽക്കാലികമായ സന്തോഷം തരുന്നു. ജഡത്തിന്റെ അഭിലാഷം ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജഡത്തിന്റെ ആയുഷ്കാലം മാത്രമേ ജഡാഭിലാഷം ഒരു മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ? സ്വാധീനിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആത്മാഭിലാഷം അത് നിത്യതയുമായിട്ട് ബന്ധപ്പെടുന്നു. ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും രണ്ടിനും ഘടകവിരുദ്ധമായി നിൽക്കും. ഇതാണ് ഈ പോരാട്ടം. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ വായിക്കും, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രയാണ് ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ന്യായപ്രമാണം വിശുദ്ധമാണ്. ഇവിടെ ജഡത്തിന്റെ അഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും എന്താണ്? ഘടകവിരുദ്ധമാണ്. നന്മ ചെയ്യുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നുണ്ട്. പക്ഷേ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളൊരു മറ്റൊരു പാപത്തിന്റെ പ്രമാണവും എന്നിൽ എന്ത് ചെയ്യുന്നു? കാണിക്കും. അതിനെ അതിജീവിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇസ്രായേൽ മക്കൾ അനുസരിച്ച് നടക്കുന്ന എന്തിനാണ്? ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കണം. അവർക്ക് മെശിഹയില്ല, അവർക്ക് ആരുമില്ല, പരിശുദ്ധാത്മാവില്ല. പുറംജാതിക്കാരായിട്ടിരിക്കുന്നവർക്കോ യഥാർത്ഥമായ രക്ഷയെക്കുറിച്ചിട്ടുള്ള വിശ്വാസം കണ്ട, വിശ്വാസം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് വിശ്വാസത്താലുള്ള നീതീകരണവുമുണ്ട്. നീതീകരണത്തിന് അനന്തരം ലഭിക്കേണ്ടുന്ന നിത്യജീവൻ, ആ നിത്യജീവനിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുറംജാതിക്ക് ദൈവം കൊടുക്കും. അപ്പോൾ യഹൂദന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി ആർക്ക് അവകാശമാക്കുവാനിടയായി? ജാതികളാണ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയിട്ടുള്ള നിത്യജീവന്റെ ആത്മാവ് ആർക്ക് അവകാശമാക്കാനിടയായി? ജാതികളായിട്ട്. മെസ്സിഹയെ കുറിച്ചിട്ടുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. രക്ഷയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നീതീകരണത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ശുദ്ധീകരണത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, വീണ്ടെടുപ്പിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, തേജസ്കരണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. കാരണം നിത്യതയിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടെത്തിക്കുന്ന വചനങ്ങളെയാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരും അതുപോലെ തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ജനത്തെ, ഈ രണ്ട് കൂട്ടരെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുകയാണ്. ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടം, ക്രിസ്തുവിനെ കൂടാതെ അനുസരിക്കുന്നു. എന്നാൽ പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ്? ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്. കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം കല്ലിൽ കൈകൊണ്ട് എഴുതി കൊടുത്തു. സീനായി മലയിൽ മോശയ്ക്ക് ദൈവത്തിന്റെ പ്രമാണത്തെ എഴുതി കൊടുക്കുമ്പോൾ കൽപ്പലകയിൽ എഴുതി കൊടുക്കും. പുതിയ നിയമ ശുശ്രൂഷയിൽ വരുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണം തന്നെ തന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവം തന്റെ ആത്മാവിനാൽ എഴുതി കൊടുക്കും.
തൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ എഴുതിക്കൊള്ളു. പ്രമാണം മാറിയോ? ഇല്ല. ഗ്ലോറി ടു ഗോഡ്. എഴുതപ്പെട്ട പ്രമാണം ഇന്നും എഴുതപ്പെട്ടത് തന്നെ. ഒന്ന്, ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതുന്നു. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? എഴുതുമ്പോൾ കർത്താവോടെ പ്രോമിസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ്? ഞാൻ അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഓർക്കുകയില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സകല കാര്യങ്ങൾക്കും ക്രിസ്തുവേശുവിൽ കാൽവറി ക്രൂശിൽ പരിഹാരം വരുത്തിയത് പിതാവാം ദൈവം എന്ത് ചെയ്തു? അംഗീകരിച്ചത് കൊണ്ട് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും ഓർക്കാതെ വണ്ണം നമ്മെ അതിൽ നിന്ന് എന്ത് ചെയ്തു? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മെ രക്ഷിക്കുകയും ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ ആക്കി തന്നു. നിത്യജീവനെ ഉള്ളത്തിലാക്കി തന്നു. അപ്പോൾ നമ്മൾ എന്തനുസരിച്ച് നടക്കണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. യഹൂദജനം ആരെ അനുസരിച്ച് നടക്കുന്നു? ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നു. ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ശക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുസരിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് പുറംജാതിയിലുള്ളവരാണ്. പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾ ചിന്തിച്ചു? ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ എന്ത്? നിത്യജീവൻ. ഈ നിത്യജീവന്റെ ആത്മാവിനെ നിത്യജീവൻ അവകാശമാക്കുവാനുള്ളവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യും? എഴുതും. കൈ കൊണ്ടുള്ള എഴുത്ത് പഴയ നിയമത്തിൽ മോശ നിമിത്തം കൊടുക്കുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ച് നിത്യജീവൻ പ്രാപിച്ച നിത്യജീവന്റെ ആത്മാവിനെ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യുന്നു? തൻ്റെ പരിശുദ്ധാത്മാവിനെ എഴുതുമ്പോൾ എഴുതുക മാത്രമല്ല, നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ഓർക്കാതെ വണ്ണം നമ്മെ അതിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും ആര് വഴി നടത്തും? പരിശുദ്ധാത്മാവ് വഴി നടത്തും. നമുക്ക് ജഡം ബലഹീനമാണ്, എന്നാൽ ആത്മാവ് ഒരുക്കമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ജഡം എന്തിന് ബലഹീനമാണ്? പ്രമാണത്തെ അനുസരിക്കുവാൻ ബലഹീനമാണ്. അതാണ് പൗലോസും പറയുന്നത്. ഇത് തമ്മിൽ ഘടകവിരുദ്ധമാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? തൊട്ടടുത്ത് പൗലോസ് വീണ്ടും പറയുന്നു, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു, കാരണം അവനാൽ സാധ്യമാണ്. ആ സാധ്യമായ ക്രിസ്തുവിന്റെ അടുക്കൽ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ജഡത്തെ അനുസരിപ്പിക്കുവാൻ, എന്നുവെച്ചാൽ ജഡം ബലഹീനമാണ്, എന്നാൽ ഒരുക്കമുള്ള ആത്മാവ് അകത്തുണ്ടെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ അതിജീവിക്കാനുള്ള ആത്മാവിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിത്യജീവനിൽ നടക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരാരാണ്? യഹൂദജനം. ന്യായപ്രമാണത്തിന്റെ മകളിൽ ഒരാൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ജീവിച്ചുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനം ന്യായപ്രമാണത്തിന്റെ കീഴല്ല. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തെ അതിജീവിച്ച എന്ന് പറഞ്ഞാൽ അനുസരണത്തിലൂടെ അതിന്റെ ശിക്ഷാവിധികളെ അതിജീവിച്ച ക്രിസ്തുവിലൂടെ നമ്മൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? നിത്യജീവനിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വിശ്വാസ നീതീകരണത്തെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസ നീതീകരണത്തിന് അനന്തരം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യത്തെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? പറയും. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ന്യായപ്രമാണത്തിന്റെ നീതിയായ നിത്യജീവന് അവകാശമാക്കുവാനും ആ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്തു? നമുക്ക് തന്നു. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിൽ നിന്നുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വിശ്വാസവും നമ്മുടെ ആത്മാവ് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ നീതീകരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസവുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാകേണ്ടത്. ഈ രണ്ട് മേഖലകളിലും നമുക്ക് ജയം കിട്ടുമ്പോൾ മൂന്നാമത്തെ തലമാണ് ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുന്നത്. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ കിട്ടിയവൻ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തിലൂടെ നിത്യജീവന് അവകാശം പ്രാപിച്ചവൻ അടുത്ത് ചെയ്യേണ്ടിയ കാര്യം എന്താണ്? ദൈവം നിങ്ങൾക്ക് ഉള്ളത്തിൽ തന്നിരിക്കുന്ന
ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഈ ആത്മാവ് എന്ത് തന്നെയാണ്? ന്യായപ്രമാണം തന്നെ. കാരണം ന്യായപ്രമാണത്തെ നിവർത്തിച്ച ആത്മാവ്, എഴുതപ്പെട്ട ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ ക്രിസ്തു അല്ലാതെ വേറെ ആർക്കും എന്ത് ചെയ്തില്ല, കഴിഞ്ഞിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ രണ്ടും പ്രമാണം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ പഴയ നിയമ ന്യായപ്രമാണത്തിലെ ആചാരങ്ങൾ എടുത്തു കളഞ്ഞു, അനുഷ്ഠാനങ്ങൾ എടുത്തു കളഞ്ഞു. പാപം നിമിത്തം മനുഷ്യൻ ദൈവസന്നിധിയിൽ എടുക്കേണ്ടിയ യാഗങ്ങൾ എടുത്തു കളഞ്ഞു. കൽപ്പനകൾ അന്നും ഇന്നും ദൈവത്തിന്റെ കൽപ്പന എന്ത് തന്നെയാണ്? കൽപ്പന തന്നെയാണ്. ചട്ടങ്ങൾ തന്നെയാണ്. ഉപദേശങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ നീതി തന്നെയാണ്. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമം ദൈവം മാറ്റി പുതിയ നിയമം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? എടുത്തു മാറ്റിക്കളഞ്ഞു. പക്ഷേ പ്രമാണം അന്നും ഇന്നും എന്നും പ്രമാണം തന്നെയാണ്. അതിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉപദേശങ്ങൾക്കും വ്യതിയാനം വന്നിട്ടില്ല. ആ വ്യതിയാനം വരാത്ത കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ക്രിസ്തുവിൽ നിവർത്തിച്ചു. ആ നിവർത്തിച്ച ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഈ ആത്മാവ് നിങ്ങൾ എന്ത് ചെയ്യും? ഈ സകല വചന സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? വഴി നടത്തും. അങ്ങനെ വഴി നടത്തപ്പെടുന്ന വ്യക്തി എങ്ങോട്ടാണ് നടക്കുന്നത്? സിയോനിലേക്ക്. ഗ്ലോറി ടു ഗോഡ്. ജഡം ബലഹീനം, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആത്മാവ് ഒരുക്കമുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജഡത്തിൻ്റെ മോഹങ്ങൾ നിങ്ങൾ നിവർത്തിക്കാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ആ വിരോധമായിരിക്കുന്ന കാര്യത്തെ അതിജീവിപ്പാൻ തക്കവണ്ണമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. എന്നിട്ട് അവിടെ പൗലോസ് ആത്മതലത്തിലെ കാര്യങ്ങളും ജഡത്തിലെ കാര്യങ്ങളും ദേഹിയിലെ കാര്യങ്ങളും ഒന്ന് വിശകലനം ചെയ്തിട്ട് നമുക്കിതിനെ മൂന്നിനെയും ഒന്ന് വിവേചനം ചെയ്തുകൊണ്ട് ആത്മാവിൻ്റെ ഫലത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുവിലെ വിശ്വാസത്താൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ നമ്മൾ പ്രാപിച്ചു. യേശുവിലെ വിശ്വാസത്താൽ നീതീകരണം, നിത്യജീവനിലേക്കുള്ള നീതീകരണം നമ്മൾ പ്രാപിച്ചു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ദുഷ്ടലോകത്തിൽ എന്ത് ചെയ്യുന്നു? ജീവിക്കുമ്പോൾ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മാഭിലാഷം അവൻ്റെ ഉള്ളത്തിലുണ്ട്. പക്ഷെ അവൻ ജഡത്തിൽ എന്ത് ചെയ്യുന്നു? ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡാഭിലാഷം എന്നുള്ള കാര്യവും കിടക്കുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താണ്? ചേരുന്നില്ല. ഈ ചേരാത്ത കാര്യങ്ങളെ മനസ്സിലാക്കി തന്നിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്നു. ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടപ്പിൻ. ഇസ്രായേൽ മക്കൾ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളോ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായതുകൊണ്ട് ആ നിവൃത്തീകരിച്ച ആത്മാവ് നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തോളും? നിവർത്തിച്ചു കൊള്ളും. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രമാണത്തെ നിവർത്തിച്ചു കൊള്ളേണ്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്നെ എന്ത് ചെയ്യുന്നില്ല? അനുവദിക്കുന്നില്ല. പക്ഷെ ഞാൻ ആരെ അനുവദിക്കുന്നു? യേശുവിനെ അനുവദിക്കുന്നു. എന്തിനു വേണ്ടി? നിത്യജീവന് വേണ്ടി. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യണ്ട? ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ വരാം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. ആമേൻ. ഇവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നതിന് ഒന്നാമത്തെ കാര്യം എന്താണ്? ദുർനടപ്പ്. ദുർനടപ്പ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വേറെ വ്യാഖ്യാനമൊന്നുമില്ല. ദുർനടപ്പ് എന്ത് തന്നെയാണ്? ദുർനടപ്പ് തന്നെയാണ്. അത് ജഡം കൊണ്ടുള്ള പാപമാണ്, ശരീരത്തിലെ പാപം ദുർനടപ്പ്. ആമേൻ. രണ്ടാമത് പറയുന്നത് എന്താണ്? അശുദ്ധി, ശരീരത്തിലെ പാപമാണ്. ഗ്ലോറി ടു ഗോഡ്. മൂന്നാമത് പറയുന്നത് എന്താണ്? ദുഷ്കാമം, ശരീരത്തിലും സോളിലും കൂടെ ചേർന്നിട്ടുള്ള പാപം, ദേഹിയിലും കൂടെ ഉള്ളതാണ്. നാലാമത് പറയുന്നതാണ് വിഗ്രഹാരാധന. ഈ വിഗ്രഹാരാധന ശരീരം കൊണ്ടുള്ള പാപമാണ്. ആഭിചാരം ശരീരം കൊണ്ടുള്ള പാപമാണ്. അടുത്ത് പറയുന്നത് എന്താണ്? പക, ദേഹിയിലെ പാപമാണ്. പിണക്കം,
ദേഹിയിലെ പാപമാണ്. ജാരശങ്ക ദേഹിയിലെ പാപമാണ്. ക്രോധം ദേഹിയിലെ പാപമാണ്. ശാഠ്യം ദേഹിയിലെ പാപമാണ്. ദ്വന്ദ്വപക്ഷം ദേഹിയിലെ പാപമാണ്. ഭിന്നത ദേഹിയിലെ പാപമാണ്. അസൂയ ദേഹിയിലെ പാപമാണ്. മദ്യപാനം ശരീരത്തിലെ പാപം. വെറിക്കൂത്ത് ശരീരത്തിലെ പാപം. അപ്പൊ ഇവിടെ പൗലോസ് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെതായ ചില കാര്യങ്ങൾ ഇതിനെ ഓവർടേക്ക് ചെയ്ത് വരാനായിട്ട് എന്ത് ചെയ്യും? ശ്രമിക്കും. അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? പറയും. ഇതിനെ അതിജീവിക്കാതെ എങ്ങനെ ജയജീവിതം നയിപ്പാൻ സാധിക്കും? ഹല്ലേലൂയ. ഇവിടെ ദേഹവും ദേഹിയും തമ്മിൽ എന്താ മിങ്കിളായി കിടക്കുന്ന കാര്യത്തെ ഇവിടെ വെളിപ്പെടുത്തി തരുന്നു. ദേഹത്തിലെ പാപവും ദേഹിയിലെ പാപവും പരസ്പരം എന്ത് ചെയ്തിരിക്കുകയാണ്? കണക്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഒരു മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ദൈവവചനത്തിലൂടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ദേഹത്തിലെ പാപവും ദേഹിയിലെ പാപവും ഇവിടെ എന്ത് ചെയ്യുന്നു? മിങ്കിൾ ചെയ്ത് കിടക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ, ദുർനടപ്പ് ഉപേക്ഷിച്ചു, പറ്റത്തില്ലേ? ദുർനടപ്പ് ഉപേക്ഷിച്ചു, അശുദ്ധി ഉപേക്ഷിച്ചു, ദുഷ്കാമം ഉപേക്ഷിച്ചു, വിഗ്രഹാരാധന ഉപേക്ഷിച്ചു, ആഭിചാരം ഉപേക്ഷിച്ചു. ഇത്രയും കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു നല്ല വിശ്വാസിയായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കാം. അപ്പോഴുണ്ടടാ ഇവിടെ അടുത്ത വിജയം കിടക്കുന്നു, പക. നല്ല വിശ്വാസിയായിട്ട് ജീവിക്കേണ്ടിയ ബാക്കി കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശ്വാസി ആകുമോ? ആകണമെങ്കിൽ ഈ പക എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഗൗരവിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ പറയുന്നു പക. രണ്ടാമത് പറഞ്ഞ എന്താണ്? പിണക്കം. പിന്നെ പറയുന്നത് എന്താണ്? ജാരശങ്ക. ഗൗരവിക്കുക. ക്രോധം. പക ഇരുന്ന് പഴകണതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ഈ ക്രോധം ഇരുന്ന് പിന്നെയും പഴകി കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്? ശാഠ്യം. അപ്പോൾ എന്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്നു? നരകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു, അതിനുള്ള വിശ്വാസം ഉണ്ടെന്നും പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ന്യായപ്രമാണത്തിന്റെ മകളിൽ അനുസരിച്ച് അതിജീവിച്ച പരിശുദ്ധാത്മാവിനെ ഇന്ന് ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? തന്നിരിക്കുന്നു. നിങ്ങൾ ഈ ആത്മാവിനാണ് അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരല്ല. നിങ്ങൾ അതിന്റെ മകളിൽ എന്ത് ചെയ്തു? ജയമെടുത്തവരാണ്. ജയമെടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജഡത്തിന്റെ പ്രവൃത്തികളും ദേഹിയിലെ പ്രവൃത്തികളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ കഴിയും. എന്തിനാൽ? ആത്മാവിനാൽ. അപ്പോൾ ഇവിടെ രണ്ടിനെയും വേർപെടുത്തി കാണിക്കാൻ പൗലോസ് അപ്പോസ്തലൻ ചില പദപ്രയോഗം എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല? അവശേഷിക്കുന്നില്ല. ഇനി ഇതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ നോക്കിയാൽ ഭാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇപ്പൊ മദ്യപാനത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, പക ഉണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പിണക്കമുണ്ടോ? ജാരശങ്കയുണ്ടോ? ക്രോധമുണ്ടോ? ചാട്യമുണ്ടോ? ദ്വന്ദ്വപക്ഷമുണ്ടോ? ഭിന്നതയുണ്ടോ? അസൂയയുണ്ടോ? ഈ വക എന്താണ്? ജഡത്തിന്റെ പ്രവൃത്തികൾ. ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ദേഹവും ദേഹിയും. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു. പ്രമാണത്തിനകത്തും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള കാര്യം തന്നെയാണ് ഇത്. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ഇവിടെ ജഡത്തിന്റെ അഭിലാഷം ആത്മാഭിലാഷത്തിന് ഘടകവിരുദ്ധമായി കയറി നിൽക്കും. നിങ്ങൾ ആത്മാവിനാണ് അനുസരിച്ച് നടക്കുന്നതെങ്കിൽ ഈ വക കാര്യങ്ങളെ അതിജീവിപ്പാൻ എന്ത് ചെയ്യും? കഴിയും. 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. കണ്ടോ? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ ആത്മാവിൽ എന്ത് ചെയ്തു? പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ജഡത്തിൽ ജീവിക്കുന്നവർ, ദേഹിയിൽ ജീവിക്കുന്നവർ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ എന്ത് ചെയ്യും? കാണും. പക്ഷെ ആത്മാവിനാൽ ജീവിക്കുന്നവർക്ക് കാണപ്പെടേണ്ടിയ സ്വഭാവം എന്താണ്? ജഡത്തിന്റെ കാര്യത്തിൽ നമ്മൾ വായിച്ചു, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ എന്നിത്യാദി കാര്യങ്ങൾ പറയുമ്പോൾ ആത്മാവിൽ നീ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം ഒന്നാമത്തെ കാര്യം, സന്തോഷം ദൈവത്തോടും മനുഷ്യരോടും, സമാധാനം ദൈവത്തോടും മനുഷ്യരോടും, ദീർഘക്ഷമ ക്ഷമിക്കുന്ന അനുഭവം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ആത്മാവ് ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ
ഫലങ്ങളാൽ തിരിച്ചറിയുന്ന കാര്യം. അല്ലാതെ ആത്മാവ് വന്നു എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടുന്നു, സന്തോഷിക്കുന്നു, എല്ലാം നല്ലത് തന്നെ. പക്ഷെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുവരും. അപ്പൊ നിത്യജീവൻ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവർക്ക് ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും വിശ്വാസത്താലുള്ള ന്യായപ്രമാണത്തിന്റെ നീതിയായ നിത്യജീവനും അവകാശം ദൈവം നമുക്ക് തരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള പകർച്ച തരുമ്പോൾ, നമ്മുടെ ദേഹത്തിലെ പാപം എന്താണെന്നും ദേഹിയിലെ പാപം എന്താണെന്നും നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആത്മാവിന്റെ ഫലമുള്ളവരായി തീരുവാൻ, ജഡാഭിലാഷത്തിന് അപ്പുറമായി ആത്മാഭിലാഷത്തിന് ജയമെടുക്കുവാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. കൊലോഷ്യൻസ് എഴുതിയ ലേഖനത്തിൽ വരാം, ഇങ്ങനെ നിൽക്കട്ടെ. കൊലോഷ്യൻസ് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായി 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം എന്ത് ചെയ്തു? പ്രാപിക്കുമ്പോൾ നമുക്ക് കൂടിയുള്ള പുനരുദ്ധാനമാണ് കർത്താവ് എന്ത് ചെയ്തത്? പ്രാപിച്ചിരിക്കുന്നത്. അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശിക്ഷാവിധി ക്രിസ്തുവിൽ എന്ത് ചെയ്തു? സംഭവിച്ചു. ക്രിസ്തു മരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ എൻ്റെ ശിക്ഷാവിധിയായ മരണം ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു? സംഭവിച്ചു. ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ എൻ്റെ നീതിയായ പുനരുദ്ധാനം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നു. 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു. ഇന്ന് നമ്മുടെ ജീവൻ ആരാണ്? ക്രിസ്തു. അവന്റെ ജീവനാണ് നമ്മുടെ ജീവൻ. വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അവകാശമാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവകാശമാക്കുന്നു. ആ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഈ ആത്മപകർച്ച പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ രൂപാന്തരം പ്രാപിച്ച് തേജസ്സിൽ എടുക്കപ്പെടും. കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഹല്ലേലൂയ. മരിച്ച് മൺമറയപ്പെട്ടവർ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ അവരും എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. എന്നിട്ട് അടുത്ത് പറയുന്നു 5-ാം വാക്യം, ആകയാൽ അതുകൊണ്ട്. ഗലാത്യർ 5-ൽ നമ്മൾ 22 ആത്മാവിന്റെ ഫലത്തെ വായിച്ചു. 19-ാം വാക്യം മുതൽ നമ്മൾ ജഡത്തിന്റെയും ദേഹിയിലെയും പാപത്തെ കുറിച്ച് എന്ത് ചെയ്തു? ചിന്തിക്കുമ്പോൾ വീണ്ടും ഇതിനെ 3 കാറ്റഗറിയായിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ജഡം എന്താണ്? പ്രാണൻ എന്താണ്? ദേഹി എന്താണ്? ആത്മാവെന്താണ്? നേരത്തെ നമ്മൾ ചിന്തിച്ചു ജഡത്തിലെ പാപം, ദേഹിയിലെ പാപം. ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലം എന്താണെന്ന് 5:22 മുതൽ വായിച്ചു. ഇവിടെ നിങ്ങൾ 5-ാം വാക്യത്തിൽ വരുമ്പോൾ ആകയാൽ ഇവിടെയും ഒന്നാമത് പറയുന്ന കാര്യം എന്താണ്? ദുർനടപ്പ്, ദേഹത്തിലെ പാപം, അശുദ്ധി, ദേഹത്തിലെ പാപം, അതിരാഗം, ദേഹത്തിലെ പാപം, ദുർമോഹം, ദേഹത്തിലെ പാപം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇവിടെ രണ്ടും വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഗലാത്യ ലേഖനത്തിൽ വായിച്ചത് വിഗ്രഹാരാധന എന്നുള്ള മാത്രം പറയുമ്പോൾ, കൊലോസ്യൻസ് എഴുതുമ്പോൾ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പൊ അത്യാഗ്രഹത്തിന് എന്തായിട്ട് ചിത്രീകരിക്കുന്നു? വിഗ്രഹാരാധന. അപ്പൊ അത്യാഗ്രഹം ദേഹത്തിലെയാണോ? ദേഹിയിലെ പാപം. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ മനുഷ്യന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഇതിനകത്ത് നിന്നൊക്കെയാണ് ജനം എന്ത് ചെയ്യേണ്ടിയത്? വിടുതൽ പ്രാപിക്കേണ്ടത്. ആൾക്കാർ ദൈവസന്നിധിയിൽ വിടുതൽ എന്ന് പറഞ്ഞ് വരുന്ന എന്തിനാണ്? വേറെ ചില കാര്യങ്ങൾക്ക് വിടുതൽ കിട്ടാൻ. എന്ത് കിട്ടണം? അന്തിമമായി നിത്യജീവൻ കിട്ടേണ്ട കാര്യം. അതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എന്നെ ദൈവം എന്ത് ചെയ്യണം? വിടിവിക്കണം. ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഇടത്തിലാണ് വേറെ ചില കാര്യങ്ങൾ വിടിവിക്കേണ്ടതിന് ജനം എന്ത് ചെയ്യുന്നത്? വരുന്നത്. വരുമ്പോൾ അവൻ ആവശ്യമായ വിടുതൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് തരാൻ കഴിയുമെന്ന് ഇവിടെ നിന്ന് പറയുന്ന ശുശ്രൂഷക്കാരനെ കാണുമ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം ഓക്കെ. പിശാചിൻ ജയിച്ചു. ഹല്ലേലൂയ. പണ്ടൊരു പഴമൊഴിയുണ്ടല്ലോ, ചേരെ തിന്നിന നാട്ടിൽ പോയാലും നടുകണ്ട എന്ത് ചെയ്യണം? തിന്നണം. അപ്പോ അനുഗ്രഹത്തിന്റെ നടുകഷണം തിന്നാനാണ് എന്ത് ചെയ്യുന്ന ആൾക്കാർക്ക്
താല്പര്യം. ചേരയായാലും സാരമില്ല, നടുകഷണം എന്ത് ചെയ്യണം? കിട്ടണം. ഏറ്റവും വലിയ പ്രോസ്പെറിറ്റി എനിക്ക് എന്ത് ചെയ്യണം? നിത്യജീവൻ. അത് അപ്പോഴേ ഇവിടെ വേർതിരിച്ച് കാണിച്ചു തരികയാണ്, ഇല്ലെങ്കിൽ പെട്ടുപോകും. ഹല്ലേലൂയ. സാത്താന്റെ വിഷം എന്ത് ചെയ്തിരിക്കുന്നു? ജഡത്തിലും ദേഹിയിലും കിടക്കുന്നു. ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിൽ വീണുപോയ ശരീരത്തിലാണ് ഈ പ്രോബ്ലം. ന്യായപ്രമാണം യഹൂദ ജനത്തിന് കൊടുക്കുമ്പോൾ ഇതിനകത്ത് മോഹം എന്നുള്ള വിഷയത്തിൽ വന്നപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റാത്ത, അതിജീവിക്കാൻ കഴിയാതെ വന്നു. ഈ ഒരൊറ്റ കാര്യത്തെ കർത്താവ് എന്ത് ചെയ്തു? അതിജീവിച്ചിട്ട് മനുഷ്യൻ ബലഹീനമായതുകൊണ്ട് അവന്റെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ലെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാന്നുള്ളത് കൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ പോകുകയും ബലഹീനമായ നിങ്ങൾക്ക് ന്യായപ്രമാണത്തിന്റെ നീതിയായ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് ആത്മാവിന്റെ പകർച്ച നിനക്ക് തരും. ഈ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യും? അനുസരിച്ച് നടക്കുക. യഹൂദൻ പ്രമാണത്തെ എന്ത് ചെയ്യുന്നു? സ്വന്തം ശക്തി കൊണ്ട് അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം അനുസരിക്കേണ്ടിയ ശക്തിയും പരിശുദ്ധാത്മാവിനാൽ ദൈവം തരിക. അതുകൊണ്ട് നിങ്ങൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കും. പക്ഷേ ആത്മാവിനെ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതെ കൊണ്ടും നിത്യജീവനിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയും. ഇത് രണ്ടും കൂടെ ജഡവും ദേഹിയും തമ്മിലുള്ള സാത്താന്റെ ഒരു സംയോജിപ്പാണ് പാപം എന്ന് പറയുന്നത്. സാത്താന്റെ രണ്ടായുധങ്ങളാണ്. ഒന്ന് നമ്മുടെ തന്നെ ജഡം, രണ്ട് നമ്മുടെ ജഡമായിരിക്കുന്ന ലോകത്തിന്റെ സിസ്റ്റം. ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ സംയോജിപ്പിക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? പിശാച്. കർത്താവ് ജഡത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ അവൻ നമുക്കൊരു കാലത്തൂടെ എന്ത് ചെയ്തിരിക്കുന്നു? പിന്തുടരുവാൻ വച്ചേച്ച് പോയി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല, പരിശുദ്ധാത്മാവിനാൽ സാധ്യമാണ്. നിത്യജീവന്റെ മാർഗമാണ്. നിത്യജീവനിൽ എത്തണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വെളിപ്പെടേണ്ട ആവശ്യം. ഇതില്ലാത്ത പക്ഷം കർത്താവെ ഇവയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണമേ? വിടിവിക്കണമേ എന്നുള്ള ഉപവാസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഈ പറഞ്ഞതുപോലെ പകയോ പണക്കമോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ജയമെടുക്കണം. 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പൊ അത്യാഗ്രഹം എന്താണ്? വിഗ്രഹാരാധന. തൊട്ടടുത്ത് പറയും, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. അപ്പൊ അവയവങ്ങൾ വച്ചാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ അവയവങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കും. എന്തിനാൽ? ദൈവത്തിന്റെ ആത്മാവിനാൽ. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം കണ്ടോ? ഇവയിലാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ജീവിച്ചിരുന്നത്. ഈ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. അപ്പൊ ജഡത്തിന്റെ കാര്യമാണ് മേളി പറഞ്ഞത്. മുമ്പേ നിങ്ങൾ അതിൽ നടന്നു പോകുന്നു. എന്നിട്ട് ഇപ്പോഴുള്ള പ്രശ്നത്തെ അവിടെ പറയാണ്. 8-ാമത്തെ വാക്യം. ഇപ്പോഴോ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇപ്പോഴോ നിങ്ങളും കോപം, മേളി പറഞ്ഞ കാര്യമല്ല എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചിട്ട് ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? കോപമുണ്ട്. ഈ കോപം കഴിഞ്ഞ് പറയുന്നതാണ് ക്രോധം. കോപം ഇങ്ങനെ പിടിച്ചു വെച്ച് അതെന്തായി മാറും? ക്രോധം. ഇപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് കയറി എല്ലാവരും കൊണ്ട് കോപിക്കാൻ പറ്റും? ഇല്ലല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്യും? ആത്മാവിനാൽ പിടിച്ചു വയ്ക്കും. ആത്മാവിനാൽ പിടിച്ചു വെച്ച് അതെന്താവും? ക്രോധം. ക്രോധമാകുമ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോഴും എന്ത് ചെയ്യും? വിശ്വാസിയല്ലേ. അതിനെ പിടിച്ചു വെച്ച് എന്ത് ചെയ്യും? ക്രോധം. ഈർഷ്യ എന്ന് പറയുമ്പോൾ അല്ലേ ഇങ്ങനെ പെരുപ്പ് പോലെ ഈർഷ്യ പിടിച്ചു വെച്ചിട്ട് വായിൽ നിന്ന് വരുന്ന ദൂഷണം. ആ വ്യക്തി, കോപമുള്ള വ്യക്തിയോട്, ക്രോധമുള്ള വ്യക്തിയോട്, ഈർഷ്യ വന്ന വ്യക്തിയോട് പതുക്കെ അന്യോന്യം വായിൽ നിന്ന് എന്ത് വരും? ദൂഷണം. എങ്ങനെ വരും? വളരെ കാമായിട്ട്, വളരെ ക്വയറ്റായിട്ട്, വളരെ സാവകാശമായിട്ട് എന്ത് ചെയ്യും? കോപത്തിനെ ആത്മാവിനാൽ നിയന്ത്രിച്ച് ഈർഷ്യയെ നിയന്ത്രിച്ച് ക്രോധത്തെ നിയന്ത്രിച്ച് പതുക്കെ വാ തുറന്ന് അവനെക്കുറിച്ച് അവളെക്കുറിച്ച് എന്ത് ചെയ്യും? മേളി പറഞ്ഞ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ബാക്കി എല്ലാത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഈ പറഞ്ഞ അല്ലേ? പക്ഷെ ഇപ്പോഴോ പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുന്നില്ല? കോപിക്കുന്നില്ല, ക്രോധം കാണിക്കുന്നില്ല, ഈർഷ്യയും കാണിക്കുന്നില്ല. പക്ഷെ അതിനടുത്ത ഒരു ലെവലിൽ വന്നപ്പോൾ എന്ത് ചെയ്യും? വായിൽ നിന്ന് ദൂഷണം. അടുത്തെന്താണ്?
ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ദുർഭാഷണം. ആമേൻ. ഇതെല്ലാം എവിടുത്തെ പാപമാണ്? ദേഹിയിലെ പാപമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയല്ല. ഇപ്പൊ ദേഹം എന്താണ്? ദേഹത്തിലെ പാപം എന്താണ്? ദേഹി എന്താണ്? ദേഹിയിലെ പാപം എന്താണ്? മനുഷ്യൻ ദൈവത്തിന്റെ ആത്മപകർച്ചയിലൂടെ നിത്യജീവൻ അവൻ അവകാശമാക്കിയിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ജീവനുണ്ടോ, ജീവന്റെ ഫലം എന്താണ് എന്ന് വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മൾ ഇവിടെ വായിക്കുന്ന ഭാഗം. വിശ്വാസത്താലുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പോലെയല്ല, വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് ആത്മാവിനാൽ നിത്യജീവൻ അവകാശമാക്കേണ്ടിയ ദൈവമക്കളിൽ കാണപ്പെടേണ്ടിയ കാര്യവും ജഡത്തെയും ദേഹിയിലെയും പാപത്തെയും അതിജീവിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഗലാത്യർ 5 നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗവും കൊലോഷ്യൻസ് 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഭാഗവും വെളിപ്പെടുന്നു. ഇതിൽ നിന്ന് വിടുവിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദൈവസന്നിധി നാളെ ഇതുവരെയായിട്ട് പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങൾ കയറി വന്നിട്ടുണ്ടോ? കർത്താവേ, ഞാൻ ഇന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നു? ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. എന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ദേഹത്തിലെ പാപത്തിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ടോന്നാണല്ലോ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവിക കൂട്ടായ്മയിൽ നമ്മളായിരിക്കുന്നു. പക്ഷെ കൂട്ടായ്മയിൽ തന്നെ ആയിരിക്കുമ്പോൾ ദേഹിയിലെ പാപം എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യണം? അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതും ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുക എന്നുള്ളതും, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യായപ്രമാണത്തിൻ്റെ നീതിയെ നിവർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ആ നീതീകരണം ലഭിക്കേണ്ടതിനുള്ള ദേഹിയിലെ പാപമാണ് വിഷയം. ഈ ദുഷ്ടലോകത്തിൽ നിന്നും കൂടെ ദൈവം നമ്മെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 3-ാമത്തെ വാക്യം 2-ാം പകുതി, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്, കണ്ടോ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുവിക്കണം. നരകത്തിൽ നിന്ന് മാത്രം വിടുവിച്ചാൽ മതിയോ? ജഡത്തിൽ നിന്ന് വിടുവിച്ചാൽ മതി? ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കണം. സകല കാര്യത്തിൽ നിന്ന് വിടുവിക്കണം. എങ്ങോട്ടുള്ള യാത്രയാണ്? നിത്യജീവന്റെ യാത്ര, സിയോനിലേക്കുള്ള യാത്ര, ലക്ഷ്യമുള്ള യാത്ര. അതിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. 8-ാമത്തെ വാക്യം വീണ്ടും വരാം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ ഒക്കെയും വിട്ടുകളഞ്ഞ്, നേരത്തെ വായിച്ച കാര്യങ്ങൾ ഇവയൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യും? മരിപ്പിപ്പിൻ. ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യും? ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്നാണ് ആ വാക്യമാണ് അവിടെ പറയുന്നത്. പദം മരിപ്പിപ്പിൻ എന്ന പദം ഇവിടെ പറയുന്നത് എന്താണ്? ഇത് വിട്ടുകളഞ്ഞ്, നിങ്ങൾ വിട്ടാലും നിങ്ങളെ വിടാതെ പിന്തുടർന്ന സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തേ പറ്റും? വിട്ടുകളഞ്ഞേ പറ്റും. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ നല്ല മഴ ഉള്ള ഒരു സമയത്തിൽ ആറുകളെല്ലാം വെള്ളം നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകി വരെ, വനത്തിലൂടെയൊക്കെ വരുന്ന ആറുകൾ കവിഞ്ഞൊഴുകി വരുമ്പോൾ ഈ തടിയും അതുമെല്ലാം വെള്ളം ഇങ്ങനെ അടിച്ചൊഴുകി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നു? നദിയിലേക്ക് എടുത്ത് ചാടുന്നു. അവരെ കൊണ്ട് പിടിക്കാൻ കഴിയുന്ന രീതിയിലെ തടി കഷണങ്ങളൊക്കെ പിടിച്ചെന്ത് ചെയ്യുന്നു? കരയിലേക്ക് കയറ്റുന്നു. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരു കമ്പിളിക്കെട്ട് എന്ത് ചെയ്യുന്നു? ഒഴുകി വരുന്നതാണ്. അപ്പോൾ മേളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എടുത്ത് ചാടി കമ്പിളിക്കെട്ടിനെ പിടിക്കുകയാണ്. കാരണം ഇതിനെ പിടിച്ച് കരയെ കയറ്റിയാൽ തണുപ്പ് സമയത്ത് എന്ത് ചെയ്യാം? മൂടി കിടക്കാതെ. കമ്പിളിക്കെട്ടിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ കരയെ കയറ്റാൻ എങ്ങനെ ശ്രമിച്ചിട്ട് ഇയാൾ കരയ്ക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അതൊട്ടും എന്ത് ചെയ്യുന്നില്ല, കരയ്ക്ക് അടുക്കുന്നു. അപ്പോൾ മുകളിൽ നിന്ന് ഉള്ളവർ കരയിൽ നിൽക്കുന്നവർ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിനെ കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ വിട്ടിട്ട് നീ എന്ത് ചെയ്യും? നീ മാത്രമായിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടരെ. അപ്പോഴത്തേക്ക് പറയുകയാണ്, ഞാൻ ഇതിനെ എന്ത് ചെയ്തു? എപ്പോഴേ വിട്ടു, പക്ഷെ എന്നെ എന്ത് ചെയ്യുന്നില്ല? വിടുന്നില്ല. കാരണം കമ്പിളിക്കെട്ടെന്ന് പറഞ്ഞ് ഇത് കരടി കമന്ന് വെള്ളത്തിലൂടെ വരെയായിരുന്നു. കമ്പിളിക്കെട്ടെന്ന് പറഞ്ഞ് പുറത്തു ചാടി പിടിച്ചത് അത് മരണവെപ്രാളത്തിൽ കരടി തിരിച്ച് അമക്കിയിട്ട് ഇവനെ പിടിച്ചു. മനസ്സിലാവുന്നുള്ളൂ? ഇവൻ എപ്പോഴേ അതിനെന്ത് ചെയ്തു? വിട്ടു. പക്ഷേ അത് തിരിച്ചെന്ത് ചെയ്യുന്നില്ല? വിടുന്നില്ല. ഇത് രണ്ടും കൂടെ കാര്യം പിടിയിട്ടുണ്ടോ? ഈ ജഡത്തിന്റെ, അതായത് പാപികളായിട്ടുള്ള മനുഷ്യൻ ജഡത്തിലെ പാപങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ, മദ്യപാനോ വെറുപ്പത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശമായ ജഡീയമായ പാപപ്രവൃത്തികളോ ചെയ്യാത്തതുകൊണ്ടാണല്ലോ ദൈവസഭയിൽ വന്ന് എന്ത് ചെയ്യണം? ഇരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായില്ലെന്നാണ് പൗലോസ് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്തുണ്ട്? പാപമുണ്ട്. ജഡത്തിലുള്ളതല്ല, ദേഹിയിലെ പാപം ഇരിക്കും. അത് ഒളിഞ്ഞിരിക്കും. അത് കൂടെ എന്ത് ചെയ്യുന്നു? വായ്മൊഴിയായിട്ടൊക്കെ പുറത്തെന്ത് ചെയ്യുന്നുണ്ട്? ദുർഭാഷണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും? ശിക്ഷാവിധി കിട്ടും. അല്ലെങ്കിൽ ചിലർക്ക് ഭൂതമിരിക്കുന്ന വായിക്കാത്ത കാര്യം എപ്പോഴും ഇവർക്ക് ഈ കാര്യം എന്തുകൊണ്ടിരിക്കണം? പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർക്ക് വായിക്കാത്ത ഭൂതമില്ല, ചെവിക്കാത്തിരിക്കും.
കാരണം ഈ ദുർഭാഷണം പറയുന്നത് എന്താണെന്നുള്ള കാര്യം കേൾക്കണം. അവർ ജന്മത്തിൽ ആരെക്കുറിച്ച് ഒരു ദുർഭാഷണം എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഒരു പരദൂഷണം എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പക്ഷെ ആര് ദുർഭാഷണം പറഞ്ഞാലും പരദൂഷണം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്ത് ചെയ്യണം, കേൾക്കണം. കാരണം ഒരാളുടെ ഭൂതം വാക്യാത്തും മറ്റേ ആളുടെ ഭൂതം ചെവിക്കാത്തും ഇരിക്കും. ചിലർക്ക് വാക്യാത്തും ഭൂതമില്ല, ചെവിക്കാത്തുമില്ല, ഹൃദയത്തിൽ ഇരിക്കണം. കാരണം എന്താണ്, എല്ലാം കണ്ട് വീക്ഷണം ചെയ്തിട്ട് ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. ആരോടൊന്നും മുണ്ടുമില്ല, ആര് പറയണോട്ട് എന്ത് ചെയ്തില്ല, കേൾക്കും വേണ്ട. പക്ഷെ എല്ലാ കാര്യങ്ങളും വിധിച്ചും കൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെയാണ്. എങ്ങനെ ഉണ്ട് 6000 ഭൂതം വരെ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഇവിടെ ചെവിയിലെയും വായിലെയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 6000 ഭൂതം കൊണ്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, നടക്കാൻ. കർത്താവിനെ പൂർണ്ണമായിട്ട് സൗഖ്യമായപ്പോൾ സുബോധം പ്രാപിച്ചു. അവൻ യേശുവിൻ്റെ പാദത്തിലിരുന്നു. ആൾക്കാർക്ക് ഇന്ന് യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂതങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്ന് അവന് സുബോധം ഉണ്ടാകും അന്ന് യേശുവിൻ്റെ പാദത്തിൽ വന്നിരിക്കും. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഓർത്തോണം, ഭൂതങ്ങളെല്ലാം കൂടെ നിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടിച്ചുകൊണ്ടിരിക്കുക. സത്യസുവിശേഷത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നില്ല, ഇരിക്കാൻ സമ്മതിക്കത്തില്ല. 6000 ഭൂതവും വിട്ടുപോയപ്പോൾ തെളിച്ചവും വെളിച്ചവും ഉണ്ടായി, യേശുവിൻ്റെ പാദത്തിൽ. അപ്പോൾ വിട്ടുകളഞ്ഞു എങ്കിലും അത് തിരിച്ചെന്ത് ചെയ്യുന്നില്ല, വിടാൻ സമ്മതമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും, മരിപ്പിക്കുകയും ദേഹിയിലെ പാപങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും, വിട്ടുകളയുകയും അന്യോന്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, പോഷ്ക് പറയരുത്. ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയാണ്, ഞാൻ ഓടിച്ചറിയാം. ഗ്ലോറിറ്റുക നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ അവരെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു. ആദ്യം പറഞ്ഞ പദം മരിപ്പിപ്പിൻ, പിന്നെ പറഞ്ഞ എന്താണ്, വിട്ടുകളവിൻ. അതും നിന്നെ വിടാതെ പിടിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം, അതിനങ്ങ് ഉരിഞ്ഞാണ്. 2 കൈയും കൊണ്ട് നരകത്തിൽ പോണതിനെക്കാട്ടിലും ഒറ്റ കൈ കൊണ്ട് സ്വർഗത്തിൽ പോണതാണ്. 2 കണ്ണും കൊണ്ട് നരകത്തിൽ പോണതിനെക്കാട്ടിലും ഒരു കണ്ണ് നിനക്ക് കിടച്ചെങ്കിൽ അതിനെ ചൂഴ്ന്ന് കളയണം. കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ആത്മാഭിലാഷം, ജഡാഭിലാഷം, ജഡത്തിൻ്റെ 5 ഇന്ദ്രിയങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. നിങ്ങളുടെ മനസ്സ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനസ്സാണോ? ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വിചാരങ്ങളാണോ? ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇച്ഛാശക്തിയാണോ? ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വികാരങ്ങളാണോ? ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസാക്ഷിയാണോ? ഇങ്ങനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾ നിത്യജീവനിലെത്തും. ആർക്കും തടയാൻ പറ്റത്തില്ല. കാരണം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിലേക്ക് പകരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. വചനം വ്യക്തമാണ്. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിൻ്റെ പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിലെവനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകും. അപ്പോൾ നമ്മൾ ഇവിടെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യങ്ങൾ ദേഹത്തിലെ പാപങ്ങൾ, 8-ാം വാക്യം മുതൽ വായിച്ച കാര്യങ്ങൾ ദേഹിയിലെ പാപം. ദേഹത്തിലെ പാപം നിങ്ങൾ എന്ത് ചെയ്യും, മരിപ്പിപ്പിൻ. ദേഹിയിലെ പാപം നിങ്ങൾ വിട്ടുകളവിൻ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതിനെ ഉരിഞ്ഞു കളവിൻ. 3-ാമത്തെ തലത്തിൽ 12-ാം വാക്യം വരുമ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാർ, 1-ാമത്തെ കാര്യം. 2 വിശുദ്ധന്മാർ, 3-ാമത്തെ കാര്യം പ്രിയന്മാരുമായി ആത്മാവിൽ പ്രവേശിക്കുകയാണ്. 1-ാമത്തെ കാര്യം മനസ്സലിവ്. ഗ്ലോറി ടു ഗോഡ്. ദേഹത്തിലെയും ദേഹിയിലെയും ആത്മാവിലെ കാര്യം വെളിപ്പെടുത്തി തരികയാണ്. ഗലാത്യർ 5-ലും നമ്മൾ ദേഹത്തിലെയും ദേഹിയിലെയും ആത്മാവിലെ കാര്യം വെളിപ്പെടുത്തി തരും. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ അവകാശമാകുവാൻ വിളിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ ക്രിസ്തുവിലൂടെ ലഭ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വിശ്വാസം അവനുണ്ടാകും. ഈ 2 രക്ഷയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചുള്ള വിശ്വാസം ലഭിക്കുന്നവന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ ജഡത്തിൽ നിന്നും ദേഹിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ആത്മാവിൽ അവൻ പ്രവേശിക്കും.
ആത്മാവിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് ഇവിടെ പറയുന്നു. ദൈവത്തിന്റെ വ്രതന്മാർ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിഷേധിച്ച് കളഞ്ഞ് അതെനിക്ക് എന്താണ്, വ്രതമെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് അതെന്തല്ല, ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇഷ്ടമല്ലാത്ത കാര്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിച്ച് ഞാൻ വ്രതമെടുക്കും. കണ്ടോ, ദൈവത്തിന്റെ വ്രതന്മാരും, 2 ദൈവം വിശുദ്ധീകരിച്ച വിശുദ്ധന്മാരും, 3 ദൈവത്തിന്റെ പ്രിയന്മാരുമായവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ അവർക്ക് ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിറവും ഉണ്ടെന്ന് എങ്ങനെ അറിയാം? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. അപ്പൊ വഴക്കുണ്ടാകും, പക്ഷെ എന്ത് ചെയ്യണം? തമ്മിൽ ക്ഷമിക്കണം. നിങ്ങളുടെ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം എന്ത് ചെയ്യരുത്, വച്ചിരിക്കരുത്. ഇവിടെ പ്രകൃതിയിൽ കാണുന്ന സൂര്യൻ അസ്തമിക്കുന്ന കാര്യമല്ല. കോപം വച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിലെ നീതി സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങളൊന്നും കാണാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നീതി സൂര്യൻ നിങ്ങളുടെ ഉള്ളിൽ ആ പ്രകാശം ഡിമ്മാവുമ്പോൾ ഓർത്തോണം, നിരക്കേണ്ടുന്ന കാര്യങ്ങളിൽ നിരപ്പുണ്ടാകണം. ഇല്ലെങ്കിൽ ആ സൂര്യന്റെ വെളിച്ചം എന്ത് ചെയ്യും, അണഞ്ഞു പോകും. നിത്യജീവന്റെ വഴി കാണാൻ കഴിയാതെ പോകും. ഗ്ലോറി ടു ഗോഡ്. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ 80-90 വയസ്സ് വരെ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുവെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നാം ഈ ആയുസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവമോ നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ നശിച്ചു പോകുന്ന കേവലം ഭൗമികമായ ആയുസ്സിലെ കാര്യങ്ങൾ തന്ന് ദൈവം നിന്നെ അനുഗ്രഹിച്ചു വയ്ക്കുക എന്നുള്ളതല്ല, നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ തമ്മിൽ ക്ഷമിക്കുകയും നിങ്ങൾ ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അപ്പോൾ നമ്മൾ ദേഹത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, ദേഹിയിൽ നിന്ന് എത്രത്തോളം രക്ഷ? അപ്പോൾ ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഗ്ലോറി ടു ഗോഡ്. ആത്മാവിനാൽ നിങ്ങൾ ജീവിക്കുന്ന ആത്മാവിന്റെ ഫലം ഉണ്ടാകുമെന്നും ഇവിടെ ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായിട്ടുള്ളവർക്ക് ദൈവം തൻ്റെ ആത്മാവ് അവരിൽ വസിച്ചുകൊണ്ട് മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും അവർ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും തമ്മിൽ ക്ഷമിക്കുകയും ചെയ്ത് കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ആത്മാവിൻ്റെ ഫലമായി ആ വ്യക്തിയുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ആ വ്യക്തി ആത്മാവിൽ പ്രവേശിച്ചു, അവൻ ആത്മാവിനാലാണ് ജീവിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ജഡത്തിൽ ജീവിക്കാം, ദേഹിയിൽ ജീവിക്കാം, ആത്മാവിൽ ജീവിക്കാം. ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജീവനും മരണവും ഞാൻ നിനക്ക് മുമ്പിൽ വയ്ക്കും. പ്രമാണത്തെ അനുസരിച്ചവൻ ക്രിസ്തു, അത് നിവർത്തീകരിച്ച ആത്മാവ് പരിശുദ്ധൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. യഹൂദൻ ക്രിസ്തുവേശുവിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പുറം ജാതിക്കാരായിട്ടുള്ളവർ രക്ഷയ്ക്കും നീതീകരണത്തിനും ശുദ്ധീകരണത്തിനും തേജസ്കരണത്തിനും വേണ്ടി ക്രിസ്തുവിൽ വന്നിട്ടുണ്ടെങ്കിൽ, ന്യായപ്രമാണത്തിൽ നിന്ന് വിശ്വാസ നീതീകരണത്തിലേക്ക് ക്രിസ്തുവിൽ വന്നിട്ടുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്തോ ഒരു സന്തോഷം നൽകുന്നതാണ്. ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നു, രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നേരത്തെ നമ്മൾ ചിന്തിച്ചു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവ് നിങ്ങൾ എന്ത് ചെയ്യും, സകല സത്യത്തിലും വഴി നടത്തും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പ്രമാണം മാറിയോ? ഇല്ല. ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവിന് എന്തായിട്ടാണ് പറയുന്നത്? ജീവന്റെ ആത്മാവ്. എന്ത് ജീവന്റെ ആത്മാവ്? നിത്യജീവന്റെ ആത്മാവ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഏത് പ്രമാണം തന്നെയാണ്? ന്യായപ്രമാണം തന്നെയാണ്. പക്ഷേ ക്രിസ്തുവിന്റെ ആത്മാവ് ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ച് പൂർത്തീകരിച്ചു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്താണ്? ക്രിസ്തുവിനെ കൂടാതെയുള്ള ന്യായപ്രമാണം. ഗ്ലോറി ടു ഗോഡ്. കാരണം സ്വന്തം ശക്തി കൊണ്ട് ആ ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് നിത്യജീവനിൽ കിടക്കാൻ ചെയ്യത്തില്ല, കഴിയത്തില്ല. അതെനിക്ക് എന്തായി മാറി? പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം.
ആ പ്രമാണത്തെ ക്രിസ്തുയേശുവിൽ എന്നെ എന്ത് ചെയ്തു? സ്വതന്ത്രമാക്കി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം. കണ്ടോ, ഇവിടെയും പറയുന്നത് എന്താ? ജഡത്താലുള്ള ബലഹീനത. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർ ലേഖനവും നമ്മൾ നേരത്തെ വായിച്ചു. ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ന്യായപ്രമാണത്തിൽ കട്ടിയായിട്ടുള്ള അനുസരിക്കേണ്ടിയ വിഷയം മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന ഏതാണ്? ദേഹിയിലെ പാപം, മോഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ പദം തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. ദേഹത്തിലെ പാപത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടവൻ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു വിശ്വാസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റും. പക്ഷെ ദേഹിയിലെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തവൻ നിത്യതയെ കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദേഹത്തെയും ദേഹിയിലെയും പാപത്തെ നീക്കിക്കളയാനാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച ദൈവജനത്തിൻ്റെ മേൽ തരുന്നത്. അല്ല, പരിശുദ്ധാത്മാവിനെ തരുന്നത് ലോകത്തിലെ ഭൗമികമായ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കേണ്ടുന്നതിനുള്ള വാഞ്ചയോടുകൂടി ദൈവത്തോട് തന്നെ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല പരിശുദ്ധാത്മാവിനെ തരുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്ത എന്താണ്? അനുസരണം. ജഡത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അനുസരിക്കാൻ പറ്റുന്നില്ല. ആ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് ആത്മപകർച്ച ലഭിക്കുമ്പോൾ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം അയച്ചു. പാപത്തിന് കർത്താവിന്റെ ജഡത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. എൻ്റെ പാപത്തിന് യേശുവിന്റെ ജഡത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത്. ന്യായപ്രമാണത്തിന്റെ നീതി എന്താണ്? നിത്യജീവൻ. ആ നിത്യജീവൻ എന്നിൽ എന്ത് ചെയ്യണം? നിവൃത്തിയാകണം. പോലെ നമ്മൾ 6 ദിവസം മറ്റ് പല വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ 7-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ വഴിയിലോട്ട് പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. ഹാനോക്ക് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടന്നേ ദൈവ വഴിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാം. മനുഷ്യൻ 6 ദിവസവും എന്ത് ചെയ്യുന്നു? മറ്റ് പല കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ 7-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? ഉണ്ടാകും. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമുക്ക് എന്തായിരിക്കണം? ശബത്തായിരിക്കണം. ദൈവത്തോടു കൂടിയുള്ള വാസം. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു, അവനെ കാണാൻ. ഇന്നും നമ്മൾ ദൈവത്തോട്, ദൈവവഴിയിൽ, ദൈവവചനത്തിലൂടെ നമ്മൾ ചേർന്ന് നടക്കുമെങ്കിൽ ചേർന്ന് നടക്കുന്ന ദൈവസഭ അനധിവിദൂര ഭാവിയിൽ കാണാതെയാകും. ഹാനോക്കിനെ എടുക്കപ്പെട്ടത് കൊണ്ട് അവനെ കാണാതെ ആയതുപോലെ ദൈവത്തോട് ഹാനോക്ക് ചേർന്ന് നടക്കുന്ന അനുഭവം ഹാനോക്കിനുണ്ടായതുകൊണ്ട് ഹാനോക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ദൈവത്തിൻ്റെ സഭയെ ദൈവം എടുക്കും. അവൻ്റെ വരവ്. വചനങ്ങൾ നമ്മൾ ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യത്തെക്കാൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. മറ്റത് വിശ്വാസത്താൽ ലഭിക്കണ കാര്യമാണ്. പക്ഷെ ഇവിടെ ഇത് പ്രാക്ടിക്കൽ കൂടിയാണ്. കാര്യം സ്ട്രഗിൾ ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ ദേഹത്തിലുണ്ട്, ദേഹിയിലുണ്ട്. ഇതിനെ എന്ത് ചെയ്യണം? അതിജീവിച്ചാൽ, രക്ഷ പ്രാപിച്ചാൽ ഹല്ലേലൂയ നമ്മളുടെ യാത്ര സുഗമമാകും. അതിനു വേണ്ടി വേണം നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ, ദേഹിയിലെ പാപം കർത്താവേ എനിക്കുണ്ട്, ഇതൊന്നും എന്ത് ചെയ്യണം? ഞാൻ പോരാടിയിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നില്ല? എടുത്തു കളയാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യണമെന്ന് ഒന്ന് സഹായിക്കണം. ദേഹിയിലെ പാവം. വലിയ ആൾക്കാരായിട്ടാണ് പല വിശ്വാസികൾ എന്ത് ചെയ്യണം? നടക്കണം. കാര്യം അവൻ കള്ള് ഷാപ്പിൽ പോകണില്ല, മറ്റ് മ്ലേച്ഛ പാപ വഴികളിൽ എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. ആ ഭക്തിയോടുകൂടി ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധ ആരാധനയിൽ അവൻ പങ്കെടുക്കുന്നുണ്ട്. കാഴ്ചയിലും കുറവൊന്നും ഇല്ല. പക്ഷെ ദേഹിയിൽ എന്തിരിക്കുന്നു? പാവമിരിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കിടന്നു. ജഡം മിസ്രൈമിനെ കാണിക്കും, ദേഹി എന്തിനെ കാണിക്കുന്നു? മരുഭൂമി. ദൈവം ലക്ഷ്യം കൊടുത്തത് എവിടെയാണ്? കനാനെ ലക്ഷ്യം വെച്ചിട്ട് മിസ്രൈമിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ ദേഹിയിൽ എത്ര വർഷം കറങ്ങി? 40 വർഷം. വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് വർഷം ഇത്രയായിട്ടും കനാനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കയറാൻ പറ്റുന്നില്ല. ആത്മാവിൽ കയറാൻ പറ്റുന്നില്ല. ആളവിടെ ഉണ്ട്, ദേഹിയിൽ കറങ്ങുകയാണ്. ദേഹിയിൽ കറങ്ങി ആത്മാവിൽ പ്രവേശിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നീ ജഡികനല്ല, പക്ഷെ നീ ദേഹീപര ക്രിസ്ത്യാനി. ആത്മാവിൽ എൻ്റെ അറിയോ? കർത്താവെ സഹായിക്കണം.
ഇവിടെ പ്രവേശിക്കാത്തവൻ എങ്ങനെ അവിടെ പ്രവേശിക്കും? ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവം നമുക്ക് തരും. മർത്യ ശരീരം ജീവിപ്പിക്കുക എന്ന് പറയുമ്പോൾ മർത്യ ശരീരത്തിൽ പാപമാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നതെങ്കിൽ ആത്മാവിനാൽ പാപത്തെ അതിജീവിച്ച് മർത്യ ശരീരങ്ങൾ ഈ ലോകത്തിലും, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും ആ മർത്യ ശരീരത്തെ കർത്താവ് ജീവിക്കും. ജീവിച്ചിരിക്കുമ്പോഴും മർത്യ ശരീരം എന്ത് ചെയ്യണം? ജീവിക്കണം. പറയുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യും? മർത്യ ശരീരം ജീവിക്കും. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മർത്യ ശരീരം എന്ത് ചെയ്യും? ജീവിക്കും. അവന് ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ ആഴമായിട്ട് അർപ്പിക്കുവാൻ, വേരൂന്നി വളരുവാൻ ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും ഹല്ലേലൂയ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ.